ടോപ്പ് 3 GTA ഗെയിംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമതായി കിടക്കുന്നത് GTA വൈസ് സിറ്റി. ടോമി നായകനായ GTA വൈസ് സിറ്റി. ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക 90s കിഡ്സിൻ്റെയും PC-കളിൽ ഉണ്ടായിരുന്നൊരു ഗെയിമാണിത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നമ്മളെല്ലാവരും ഇത്രയും വയലൻ്റ് ആയ ഒരു സ്റ്റൈലിഷ് ഗെയിം കളിക്കുന്നത്. രണ്ടാമതായി നിൽക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരമായ GTA സാൻ ആൻഡ്രിയാസ്. ഒരുപക്ഷെ GTAയിൽ ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജിയ തരുന്നൊരു ഗെയിം അത് സാൻ ആൻഡ്രിയാസ് ആയിരിക്കും. ബിഗ് സ്മോക്കിൻ്റെ ആ ഒരു ഓർഡേഴ്സും കാർ റേഡിയോകളിലെ ആ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കും എന്നും നമ്മുടെ ചെവിയിലുണ്ടാവും. അതുപോലെ തന്നെ CJയുടെ ഒന്നാം സ്ഥാനം ഏതിനാണെന്ന് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഊഹിച്ചിട്ടുണ്ടാവും. മറ്റൊന്നിനുമല്ല, അത് GTA 5 തന്നെയാണ്. PS3 ഇറങ്ങി, PS4 കഴിഞ്ഞു, PS5 ഇപ്പോഴും ആൾക്കാർ കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്രൊട്ടാഗണിസ്റ്റിൻ്റെ കഥകൾ, വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു ഓപ്പൺ വേൾഡ്, അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറേ ഹൈസ്റ്റ് മിഷനുകൾ, പിന്നെ അവസാനമായി GTA ഓൺലൈൻ മോഡ്. 13 വർഷമായിട്ട് GTA 5 ഇപ്പോഴും ആൾക്കാർ കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ കാരണം ഓൺലൈൻ മോഡ് തന്നെയാണ്. കുറേ തമാശ പറഞ്ഞ് കളിച്ച് ചിരിച്ചിരിക്കാനും പറ്റിയൊരു ഗെയിമായിട്ടാണ് GTA 5 എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ GTA ലവേഴ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ. നന്ദി, നമസ്കാരം.